മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തോമസ് വൈദ്യന്റെ ചികിത്സ തുടരുകയാണ്. മേഘനാഥനെയും വാമദേവനെയും ഒരേ റൂമിലിട്ട് തിരുമ്മിക്കൊണ്ടിരിക്കുന്നുണ്ട്. വാമദേവനെ ഉഴിച്ചിൽ നടത്തുന്നത് തോമസ് വൈദ്യരാണ്. ഈ സമയം വാമദേവൻ പറയുന്നുണ്ട്, സാറേ നന്നായിട്ടൊന്ന് തിരുമണേ, ആ കൈയിന്റെ അവിടെ നല്ല വേദനയുണ്ടെന്ന് പറയുമ്പോ മാർക്കോയുടെ കൈയല്ലേ, അപ്പൊ പിന്നെ അതിന്റെ വേദനയുടെ ആഴം എന്നെ താൻ പറഞ്ഞു പഠിപ്പിക്കണ്ട, അവന്റെ കൈ നല്ല ശക്തിയേറിയതാണ്. പിന്നെ പാവങ്ങളെ ഒരിക്കലും മാർക്കോ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല, നന്മയുള്ളവരെ വെറുതെ വിട്ടിട്ടേ ഉള്ളൂ. പക്ഷെ നിങ്ങളൊക്കെ തിന്മ മാത്രം ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. മഹാലക്ഷ്മിയെയും കണ്ണനെയും തുടരുതെന്ന് അവൻ എത്ര പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു. അവരെ കാണുന്നത് സ്വന്തം പെങ്ങളെയും ആങ്ങളെയും പോലെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുമെന്നൊക്കെ പറയുമ്പോ, അയ്യോ സാറേ, ഞാനും എന്റെ മോനും ഇനി ഒരിക്കലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ചതാ. ഡോ താനിതേ ഞാൻ കാണാൻ തുടങ്ങിയത് മുതൽ പറയുന്നതാ. അതുകൊണ്ടേ കൂടുതൽ ഡയലോഗ് അടിക്കണ്ട. ജയിലിൽ പോയിട്ടും താൻ എന്താ ചെയ്തത്? കണ്ണനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചില്ലേ? എന്നിട്ടല്ലേ മാർക്കോ തനിക്കിട്ട് ഇങ്ങനെ ഒരു പണി തന്നത്? ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ തന്നെ അവസാനം കരയേണ്ടി വരും. ഇനിയിപ്പോ ഈ കിടക്കുന്ന തന്റെ മോൻ എഴുന്നേറ്റ് വന്നാലും അതൊക്കെ തന്നെ ചെയ്യാൻ പോകുന്നത്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ മാർക്കോയുടെ പണിയും ഇതുപോലെ നിങ്ങളിലേക്ക് കിട്ടുമെന്നൊക്കെ പറയുമ്പോ ഇത് കേട്ട് വാമദേവൻ പറയുന്നുണ്ട്, അയ്യോ സാറേ ഒന്ന് വിശ്വസിക്കും. എങ്ങനെ വിശ്വസിക്കാനാ? ദേ തന്നെയൊന്നും കുടിച്ചു വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. തന്റെ കൊട്ടേഷൻ ഏറ്റെടുത്ത് ഒരു കൊലയാളി ഉണ്ടല്ലോ അപ്പുറത്ത്, കണ്ണന്റെ അച്ഛന്റെ കൊലയാളി, അവനും താനും ഒക്കെ ഒരു ഗണത്തിൽ പെട്ടതാ. പിന്നെ നിങ്ങളുടെ മക്കളുടെ കാര്യം പറയും വേണ്ട. എന്തായാലും എന്റെ ജോലി എനിക്ക് ചെയ്തല്ലേ മതിയാകൂ. ഇനിയെങ്കിലും ആ മാർക്കോയുടെ കയ്യിൽ നിന്നും തല്ല് വാങ്ങാണ്ട് ജീവിക്കാൻ നോക്ക്. അങ്ങനെ മേഘനാഥന്റെ അടുത്തേക്ക് വരികയാണ്. ഡോ തനിക്കിപ്പോ സംസാരിക്കാൻ കഴിയില്ല എന്നറിയാം, പക്ഷെ വഴുകാതെ നടക്കാനും ചലിക്കാനൊക്കെ കഴിയും. അതുകൊണ്ടേ ഇനിയെങ്കിലും ജോലി എടുത്ത് ജീവിക്കാൻ നോക്ക്. അല്ലാതെ കണ്ണന്റെ പുറകെ പോയിട്ട് അവനെയും അവന്റെ കുടുംബത്തെയും നശിപ്പിക്കാതെ അവരെ സമാധാനത്തോടെ ജീവിക്കാൻ വിടണം. എന്തായാലും തന്റെ കൈകളും നാവും നല്ലതിനൊന്നും ചലിക്കില്ല എന്ന് നന്നായിട്ട് അറിയാം. പറഞ്ഞിട്ട് കാര്യമില്ല, നന്നായിട്ട് തിരുമ്മി കൊടുക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് വാമദേവന്റെ അടുത്തേക്ക് അയൊരു ഹെൽപ്പറെ വിട്ടയക്കുകയാണ്. അങ്ങനെ ആ ഹെൽപ്പർ ആണെങ്കിൽ വേണം വെച്ച് തന്നെ വാമദേവന്റെ കൈയൊക്കെ പിടിച്ച് തിരുമുന്നുണ്ട്. അവനാണെങ്കിൽ ആകെ വേദന കൊണ്ട് പൊളയുന്നു. ശേഷം തോമസ് വൈദ്യൻ നേരെ പോകുന്നത് ഉണ്ണിയുടെ റൂമിലേക്കാണ്. അവിടെ വെച്ച് ഉണ്ണിയെ ഒഴിച്ചിലൊക്കെ നടത്തുന്നുണ്ട്. വേദന കൊണ്ട് ഉണ്ണി പൊളയുകയാണ്. ആ വേദനിക്കണം, സ്വന്തം ജ്യേഷ്ഠനെ കൊല്ലാൻ നോക്കിയിട്ടല്ലേ ഈ അവസ്ഥ വന്നത്. ഇതേ നോക്ക്, കണ്ണനുണ്ടല്ലോ സ്വന്തം കൂടപ്പിറപ്പുകളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളോ അവന് കൊടുക്കുന്നതോ അവനെ കൊല്ലാൻ നോക്കി. അപ്പുറത്ത് കിടക്കുന്ന അവന്മാരോട് പറഞ്ഞത് തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ. ഇനിയെങ്കിലും അവരെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്ക്, അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ അനുഭവിക്കും. ദേ കുട്ടി, നിന്നോടും കൂടിയാ പറയുന്നത്. നിനക്കെങ്കിലും ഇത്തിരി ബോധം ഉണ്ടായാൽ നല്ലത്. നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളതാണിപ്പോ. അറിയാലോ ആദ്യത്തെ അനുഭവം. കുഞ്ഞിനെ കൊന്നത് നിങ്ങൾ തന്നെയാണ്. മഹാലക്ഷ്മിയെ കൊല്ലാൻ നോക്കിയിട്ട് ആർക്കാ അവസാനം ആപത്ത് സംഭവിച്ചത്? നിന്റെ വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞ് ജീവന്. അതുകൊണ്ടേ ഇനി വെറുതെ മഹാലക്ഷ്മിയുടെയും കണ്ണന്റെയും പുറകെ പോയിട്ട് സമയം കളയാതെ സ്വന്തം ജീവിതം ജീവിക്കാൻ നോക്ക്. അതായിരിക്കും എല്ലാവർക്കും നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് തോമസ് സാർ ആണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ഓ ഇയാളുടെ ഒരു ഉപദേശം എന്നൊക്കെ പറയുമ്പോ അതൊക്കെ അവിടെ ഇരിക്കും. അയാളെ ഇങ്ങനെയൊക്കെ ഉപദേശിക്കും. കാരണം നീയേ ഒന്നിനും കൊള്ളാത്തവനാണെന്നേ അയാൾക്ക് നന്നായിട്ട് അറിയാം. ദേ കരുണ നിന്റെ അച്ഛൻ്റെ അടുത്ത് പോവാൻ പറ. അല്ല, ഞാൻ പോയിക്കോളാം. പക്ഷെ ഇവിടെ നിന്നും പോയിട്ടേ കടൻ എന്തായാലും കൈയൊഴിഞ്ഞ അവസ്ഥയാ. നിനക്ക് 4 കാശുണ്ടാക്കിയിട്ട് എന്റെ മോളെയും എന്റെ മോളുടെ കുഞ്ഞിനെയും നോക്കാൻ പറ്റുവാടാ നിനക്കെന്നൊക്കെ ചോദിക്കുമ്പോ കരുണെ മര്യാദയ്ക്ക് ഇറങ്ങി പോവാൻ പറ. ഓ ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവാണ് പ്രതാപൻ. ഈ സമയം കരുണ പറയുന്നുണ്ട്, എന്റെ അച്ഛനോട് പോവാനായിട്ട് ഞാൻ പറയില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴും അവരെന്റെ സന്തോഷം മാത്രമേ മുന്നിൽ കാണുന്നുള്ളൂ. എനിക്ക് വേണ്ടി എന്തും ചെയ്യും. പക്ഷെ നിങ്ങളോ? അച്ഛൻ ചോദിച്ചതുപോലെ കണ്ണേട്ടൻ അവിടെ നിന്ന് ഇറക്കി വിടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് താമസിക്കാൻ ഒരു വീടുണ്ട്, മുത്തശ്ശിയുടെ വീട്, അവിടെ ചെന്ന് താമസിക്കാം. പക്ഷെ 5 ശമ്പളം ഉണ്ടെങ്കിലേ നന്നായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള വക നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങൾ എങ്ങനെയൊക്കെ അത് ഉണ്ടാക്കുവോ എന്നൊക്കെ ചോദിക്കും. ആദ്യം ഇവിടെ നിന്ന് റിക്കവർ ആയിട്ട് ഇറങ്ങട്ടെ ഞാൻ, എന്നിട്ട് മതി നിന്റെ ഒരു ശമ്പളവും ജീവിതമൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സംസാരം സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുകയാണ് ഉണ്ണി. അങ്ങനെ ലേഖയാണെങ്കിൽ കുഞ്ഞിനെ പാട്ടൊക്കെ പാടി ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞ് എഴുന്നേൽക്കത്തതിൽ അവൾക്ക് നല്ല വിഷമമുണ്ട്. അവിടേക്ക് മഹി വരികയാണ്. എന്താടോ, എന്താ കുഞ്ഞ് എഴുന്നേറ്റില്ലേ? ഇല്ല ജാനമ്മ പാല് കൊടുത്തതിന് ശേഷം കുഞ്ഞെന്തോ എഴുന്നേൽക്കുന്നില്ല. എന്നാലും ഇത്രയും നേരമൊക്കെ ഉറങ്ങോ? ആ അവള് കുറച്ച് പാലധികം കുടിച്ചു. പിന്നെ പാലൊക്കെ കുടിച്ചിട്ട് തടി വെക്കട്ടെ നീ. കുഞ്ഞു പിള്ളേരെ നല്ല തടിയോടുകൂടി കാണുമ്പോഴേ നല്ല ഭംഗിയാന്നൊക്കെ പറയുമ്പോ എന്നാലും കുഞ്ഞ് എഴുന്നേൽക്കാതിരിക്കുമ്പോ എന്തോ പോലെ. അങ്ങനെ ജാനമ്മ അതൊക്കെ കേട്ടുകൊണ്ട് അങ്ങോട്ട് വരികയാണ്. അല്ല മക്കളെ, നിങ്ങൾ എന്താ കഴിക്കുന്നൊന്നുമില്ലേ? ദേ നിങ്ങളൊരു കാര്യം ചെയ്യേ, ഞാൻ മേശപ്പുറത്ത് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, ചെന്ന് കഴിക്കാൻ നോക്കെന്ന് പറഞ്ഞുകൊണ്ട് ജാനമ്മയാണെങ്കിൽ രണ്ടാളെയും അവിടെ നിന്ന് വിട്ടയക്കുകയാണ്. ശേഷം കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ജാനമ്മയാണെങ്കിൽ ഈശ്വര, ഈ വയസ്സാം കാലത്ത് എന്നെ കൊണ്ട് മഹാപാപം ചെയ്യിപ്പിച്ചല്ലോ, എന്തോ രേനക്കേട് ഇപ്പൊ തന്നെ കുഞ്ഞിനുണ്ട്. അവൻ പറഞ്ഞത് നാളെ തൊട്ടാണ്
ആപത്ത് സംഭവിക്കാന്നല്ലേ. പക്ഷേ ഈശ്വര, ഞാനിത് എങ്ങനെ എവിടെ കൊണ്ട് ഒഴുക്കി കളയും? എന്തായാലും വയസ്സാം കാലത്ത് എനിക്കിനി ജയിലിൽ കിടക്കാം എന്നൊക്കെ പറഞ്ഞ് ജാനമ്മയാണെങ്കിൽ ഒത്തിരി വിഷമിക്കുന്നു. അങ്ങനെ സീമന്തിരിയാണെങ്കിൽ റെഡിയായിട്ട് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് സ്വാതി വരികയാണ്. അല്ലമ്മേ, അമ്മ എങ്ങോട്ടേ പോകുന്നത്? ഞാന് ഒന്ന് കമലേശ്വരം വരെ പോട്ടെ. അല്ല, എന്താ നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്? എന്ത് പറ്റി അമ്മേ? ഇപ്പൊ കിട്ടുന്ന സാലറി ഒന്നിനും തികയില്ല. നമുക്ക് മറ്റെന്തെങ്കിലും ജോലി അന്വേഷിക്കേണ്ടി വരും, ജീവിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, മോളെ, ഞാൻ എന്തായാലും കണ്ണന്റെ അടുത്തേക്ക് ഒന്ന് പോട്ടെ. നിനക്ക് നല്ല നല്ല ആലോചനകളൊക്കെ വരുന്നുണ്ട്. അത് നടത്താതിരിക്കാനായിട്ട് കഴിയില്ല. കണ്ണനോട് കാല് പിടിച്ചിട്ടാണെങ്കിലും നമുക്ക് വിവാഹം നടത്തണം. നിന്റെ വിവാഹം മുന്നിൽ നിന്ന് നടത്താമെന്ന് കണ്ണൻ വാക്ക് തന്നതല്ലേ. അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അമ്മ ഇപ്പോ സഹായം ചോദിച്ചു പോയാൽ കണ്ണേട്ടൻ ചെയ്യുമെന്ന്? ദേ, ദുർഗമാമിയൊന്നും ഒരിക്കലും അമ്മയെ അങ്ങോട്ട് അടുപ്പിക്കുക പോലും ചെയ്യില്ലെന്ന് പറയുമ്പോൾ അതറിയാം മോളെ. പക്ഷെ നമ്മളാരും അറിഞ്ഞിട്ടില്ലല്ലോ നിന്റെ അച്ഛൻ ഇങ്ങനെ ഒരു ദുഷ്ടത്തരവും ക്രൂരതയൊക്കെ ചെയ്തു കൂട്ടി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അമ്മ അവന്റെ കാലും കൈ പിടിച്ചിട്ടാണെങ്കിൽ നിന്റെ വിവാഹം നടത്തിക്കാനുള്ള വക ഉണ്ടാക്കണം. മാത്രമല്ല, നിന്നെ ഒരു പയ്യന്റെ കൂടെ വിട്ടയച്ചിട്ട് വേണം അമ്മയ്ക്ക് വല്ല സൂപ്പർ മാർക്കറ്റിലോ ആരാന്റെ അടുക്കളയിലോ ചെന്ന് ജീവിതം കഴിക്കാനായിട്ട്. അല്ലാതെ നിന്റെ ഏട്ടനെന്ന് പറയുന്നവനെയും നിന്റെ അച്ഛനെന്ന് പറയുന്നവനെയും വിശ്വസിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. നീ ഇങ്ങനെ ഇരുന്നാ ശരിയാവില്ല മോളെ. വിവാഹാലോചനകൾ നല്ല നല്ലത് വരുന്നുണ്ട്. അമ്മ എന്തായാലും അവിടം വരെ ചെല്ലട്ടെ എന്നൊക്കെ പറയുമ്പോൾ, അമ്മേ, സൂക്ഷിക്കണേ. ആ മോളെ, കണ്ണൻ എന്തായാലും കനിയാതിരിക്കില്ല. കാരണം മറ്റാരെയും പോലെയല്ലല്ലോ, അവനും മഹാലക്ഷ്മിയൊക്കെ മനസ്സുള്ള കൂട്ടത്തിലാണ്. ഉറപ്പായിട്ടും അവരെന്തെങ്കിലും പരിഹാരം കാണാതെ ഇരിക്കില്ല എന്നൊക്കെ സീമന്തിരി പറയുന്നു. അങ്ങനെ പ്രാർത്ഥിക്കണേ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അവരാണെങ്കിൽ അവിടെ നിന്നും ഇറങ്ങുകയാണ്. എന്നിട്ട് ഒരു ഓട്ടോ വിളിച്ച് കമലേശ്വരത്തിലേക്ക് എത്തുന്നുണ്ട്. ഈ സമയം ദുർഗയാണെങ്കിൽ അടുക്കള ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദുർഗ സീമന്തിരി അകത്തേക്ക് കയറി വരുന്നത് കണ്ടിട്ട് ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, ഡി, നീ എന്താ ഇവിടെ? ഇത് കേട്ട് സീമന്തിരിയാണെങ്കിൽ, ദുർഗെ, ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാ. കണ്ണനെയും ഒന്ന് കാണണം. ദേ, ഞങ്ങൾക്ക് ആർക്കും നിന്നെ കാണണ്ട. എന്റെ ഭർത്താവിനെ ക്രൂരമായിട്ട് കൊന്നവന്റെ ഭാര്യയാണ് നീ എന്നൊക്കെ പറയുമ്പോ, ദുർഗെ ക്ഷമിക്കണം, ഒരിക്കലും ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോ സീമന്തിരിയുടെ കരണ്ടത്ത് നോക്കി ദുർഗയാണെങ്കിൽ ഒരു അടി കൊടുക്കുകയാണ്. അറിഞ്ഞിട്ടല്ലെന്നോ? നിന്റെ ഭർത്താവ് ഇങ്ങനെ ആയതിൽ കുറേയേറെ പങ്ക് നിനക്കുണ്ട്. എന്റെ കെട്ടുതാലി അർത്ഥവന്റെ ഭാര്യയാണ് നീ. നീ ഒരിക്കലും ഈ പടി ചൂട്ടി വരരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. ഇവിടെ ഒരുത്തനുണ്ട്, എന്റെ ഇളയ സന്തതി. അവനാണെങ്കിൽ അവന്റെ അച്ഛനെ കൊന്ന ദുഷ്ടന്റെ മകളെയും കൂട്ടിയിട്ട് വന്നിരിക്കുക. എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടും അവനത് ചെയ്തു. ഒരിക്കലും എനിക്ക് നിങ്ങളോട് ആരോടും മാപ്പ് തരാനായിട്ട് കഴിയില്ല. ദേ, ഞാനും ഒരുപാട് നിങ്ങൾക്കൊപ്പം നിന്നതാ. എന്റെ സ്വന്തം മകളുടെ ഭാവി തകർത്തവനാ നിന്റെ മകൻ. എന്നിട്ടോ അവന് ഈ അവസ്ഥ വന്നില്ലേ? വേണം അവനിനി ആ അവസ്ഥയിൽ തന്നെ മരിച്ചു പോണം, നരകിച്ച് മരിച്ചു പോണം എന്നൊക്കെ പറയുമ്പോ, ദുർഗെ, അങ്ങനെയൊന്നും പറയാതെ പിന്നെ. അപ്പോഴും ഞാൻ എന്റെ മഞ്ജുവിനെയാണ് കുറ്റപ്പെടുത്തിയത്. പക്ഷെ ഇപ്പൊ മനസ്സിലാവുന്നു അവളുടെ ഭാഗം ശരിയായിരുന്നു എന്നും അപ്പോൾ തന്നെ ഞാനൊക്കെ മാറേണ്ട സമയം അതിക്രമിച്ചു എന്നും. പക്ഷെ ഒരു കാര്യം പറയാം, നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നതേ കണ്ണന്റെ കാല് പിടിച്ച് സഹായം അഭ്യർത്ഥിക്കാനാണെന്ന് നന്നായിട്ട് അറിയാം. പക്ഷെ ഒരു ചില്ലി പൈസയുടെ സഹായം പോലും നിനക്കോ നിന്റെ മക്കൾക്കോ ഉണ്ടാവില്ല. പിന്നെ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യേ, ആ സ്വാതിക്ക് നല്ല പഠിപ്പുണ്ടല്ലോ, അവളെ ജോലിക്ക് വിട്ട് ജീവിക്കാൻ നോക്ക്. അല്ലെങ്കിൽ നിന്റെ മകൻ എന്തായാലും വീണ് കിടക്കുകയല്ലേ, അവനെ ഏതെങ്കിലും ക്ഷേത്രത്തിന്റെ പരിസരത്ത് കൊണ്ടുപോയി പായിട്ട് കടത്തിയിട്ട് അവൻ അരികിൽ നിന്ന് പിച്ചെടുക്കാൻ നോക്കടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സീമന്തിനിയെ പിടിച്ച് തള്ളി താഴേക്ക് ഇടുകയാണ്. ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ദുർഗയാണെങ്കിൽ അലറുന്നുണ്ട്. ദുർഗെ, എന്നോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സീമന്തിനിയും തൊഴുതു നിൽക്കുമ്പോ, മര്യാദയ്ക്ക് ഇറങ്ങി പോയിക്കൊള്ളും, എണീറ്റ് പോടി എന്ന് പറഞ്ഞ് നോക്കുമ്പോ സീമന്തിരി നേരെ നോക്കുന്നത് കണ്ണന്റെ മുഖത്തേക്കാണ്. കണ്ണനാണെങ്കിൽ അവിടേക്ക് കറക്റ്റ് സമയത്തിന് എത്തുന്നുണ്ട്. അല്ല, നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നത്? നിങ്ങളോടല്ലേ ഈ പടി ചവിട്ടരുതെന്ന് പറഞ്ഞത്? എന്റെ അച്ഛന്റെ കൊലയാളികളെ ആരെയും എനിക്ക് കാണേണ്ടതെന്ന് പറയുമ്പോ, മോനെ, ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങളുടെ അറിവില്ലാതെയല്ലേ മോന്റെ അമ്മാവൻ ഇതൊക്കെ ചെയ്തതെന്ന് പറയുമ്പോ, ദേ, അയാളെ അമ്മാവൻ പോലും വിളിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. പിന്നെ നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സഹായം ചോദിച്ച് കാല് പിടിക്കാനാണെങ്കിൽ വേണ്ട. എന്റെ അനിയൻ എന്ന് പറയുന്നവൻ ഇപ്പൊ കാലൊടിഞ്ഞ് കിടക്കുന്നുണ്ടല്ലോ, അവൻ പോലും റിക്കവർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവന് പോലും ഞാൻ നയ പൈസയുടെ കരുണ കാണിക്കില്ല. അപ്പൊ പിന്നെ എന്റെ അച്ഛന്റെ കൊലയാളികളുടെ കുടുംബത്തിന് പറയണോ? അതുകൊണ്ടേ ഇവിടെ നിന്ന് സമയം കളയാതെ പോവാൻ നോക്കെന്ന് പറയുമ്പോൾ സീമന്തിനിയാണെങ്കിൽ കണ്ണന്റെ മുന്നിൽ തൊഴുതു നിൽക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാൻ നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട് ബൈ.